ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ. മഴ എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റൊക്കെ ഉള്ള അത്രയും മഴ. ഞാൻ മാത്രമല്ല, ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ചായക്കട പോയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ലൊരു സൗണ്ട് കേട്ട് നേരെ എയറിൽ കുറേ എലമെൻറ്റ്സ് പറന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഉറപ്പിച്ച് വലിയ എന്തോ സംഭവിച്ചു. പക്ഷെ അത് കാറ്റായിരുന്നു. കാറ്റ്, എൻ്റെ മോനെ, നമുക്ക് പറഞ്ഞത് കാറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും അധികം കാറ്റ്. ഡസ്റ്റ്ബിൻ മെറ്റലാണല്ലോ, പിന്നെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് അല്ലേ, അത് കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് എയറിൽ പൊങ്ങി. സിമ്പിളായിരുന്നു, പക്ഷെ സൗണ്ടും എല്ലാം കൂടെ കേട്ടാൽ ഭയങ്കരമായിട്ട് പാനിക്കായി. ഞാൻ എൻ്റെ ഡ്രസ്സ് ഇവിടെ 3 ദിവസമായിട്ട് ഇവിടെ തോരാനിട്ടേക്കാണ്. ഇപ്പോഴും ഉണങ്ങുന്നില്ല. കുറച്ച് ദിവസം ഇനി ദുബായിലുണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ദുബായിലോട്ട് വരേണ്ട ആവശ്യമുണ്ടോ, ലൈക്ക് ദുബായ് എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ദുബായിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കൊക്കെ ദുബായ് വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബിസിനസ് പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങളൊരു വർക്കറാണ്, പ്രോപ്പർ ടെക് ഫീൽഡ് അല്ലെങ്കിൽ ഒരു മീഡിയ ഫീൽഡ് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നിങ്ങളുടെ സ്കിൽഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഭയങ്കര കോമ്പറ്റീഷനാണ്. അതേപോലെ പ്രൈസ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് ഇവിടെ കിട്ടും. പക്ഷേ ഇവിടെ കോമ്പറ്റീഷൻ എക്സ്ട്രീമാണ്. പിന്നെ അക്കോമഡേഷൻ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ചെറിയ സ്പേസിന് പോലും നമുക്കിവിടെ എക്സ്പെൻസ് കൊടുക്കാം. ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം. അപ്പോൾ എത്രത്തോളം എക്സ്പെൻസ് ഇവിടെ വരുന്നുണ്ടെന്നുള്ളത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് വരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും ഒരു ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇപ്പോഴത്തെ സാഹചര്യത്തിലല്ല, കുറച്ച് കഴിഞ്ഞിട്ട് വന്നാലും ഓക്കെ ആയിരിക്കും. ആർക്കും ഇങ്ങോട്ട് വരണ്ടെന്നുള്ളത്. സർവൈവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, സർവൈവ് ചെയ്ത് ഇങ്ങനെ പോകണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് എന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വരണ്ട. എക്സ്പെൻസ് അത്രയും സർവൈവ് ചെയ്യാൻ പറ്റുന്നത്ര ആയിരിക്കില്ല. ഏണിങ് കൂട്ടേണ്ടി വരും. ഏണിങ് കുറഞ്ഞ ഒരാൾക്ക് ഒരിക്കലും സർവൈവ് ചെയ്യാൻ പാടായിരിക്കും. ഇനി അത് മാത്രമല്ല, ഇവിടെ ചെറിയ സാലറിക്കകത്ത് വർക്ക് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവർ വീട്ടിലേക്ക് ഫണ്ട് അയക്കുന്നുണ്ട്, ഒരു വീട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ദേ ആർ ഡൂയിങ് ദാറ്റ്. അവർ ഭയങ്കര എന്താ പറയുക, അടിപൊളിയാണ് അങ്ങനത്തെ ആൾക്കാർ. മണി മാനേജ്മെൻറ്റ് അത്ര എക്സ്ട്രീമാണ്. ഞാനിവിടെ സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാം. ചെറിയ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് പോലും ഞാൻ ഇവിടെ സഫർ ചെയ്യുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾക്ക്. അങ്ങനെ പോലെ ഒരാളാണെങ്കിൽ നിങ്ങളിങ്ങോട്ട് വേറൊരു ഓപ്ഷനും കൂടി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ആൻഡ് ഇത് ഞാൻ എടുത്ത ഡിസിഷന് ഭയങ്കര എന്താ പറയുക, നെഗറ്റീവായിരുന്നൊന്നും അങ്ങനെയല്ല ഞാൻ പറയുന്നത്. റീസൺ വേറെ ഉണ്ട് ഒരുപാട്. അപ്പോൾ മഴ പെയ്ത് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ കുറച്ചെടുത്ത് പോട്ടെ, അല്ലെങ്കിൽ നല്ല മഴ. ക്യാമറ തന്നെ ഞാൻ വേറെ എക്യുപ്മെൻറ്റ് വാങ്ങയില്ല, പൈസ ഇല്ല. വീഡിയോ ഫുള്ളൊക്കെ സമ്മതിച്ചില്ല, അപ്പോൾ മഴ ചെയ്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, കറക്റ്റ് ആൾക്കാർക്ക് കറക്റ്റ് സമയത്ത് ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ വിൽ ബി ഗുഡ്. അതർവൈസ് ഐ ഡോണ്ട് തിങ്ക് നിങ്ങൾക്ക് കറക്റ്റ് ചോയ്സ് ആയിരിക്കും തോന്നുന്നില്ല.